നമസ്കാരം. മൈൻസൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പിലാണോ? അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് സ്റ്റേ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആവാനും ഭയങ്കര ഹാപ്പി ആവാനും കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില വ്യക്തികളുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ബ്രേക്കപ്പ് ചെയ്യാം, എനിക്കിത് ശരിയാവുമെന്നും തോന്നുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. സീരിയസ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്, ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ടൊക്കെ വരും. അതായത് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, നമുക്കിത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് എന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തിലൊക്കെ നമുക്ക് അങ്ങനെ സംസാരിക്കാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ചില വ്യക്തികളുണ്ട്, പാർട്ട്ണറെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിലോ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പറയും നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, എനിക്കിത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. ഇങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും ബ്രേക്കപ്പിനെ കുറിച്ച് അനാവശ്യമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്പർ 2, നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അതായത് അവരുടെ ചില പ്രശ്നങ്ങളൊക്കെ ചില പ്രവൃത്തികളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് നല്ല വിഷമത്തിലാണെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയുക. അല്ലാണ്ട് അവർ നിങ്ങൾ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അയാളുടെ തെറ്റൊരിക്കലും തിരുത്താൻ പോണില്ല, അയാൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെ പിന്നെ അത് ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അവസാനം നിങ്ങൾ അയാളോട് പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ മടുത്തു പോകും. സോ നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയുക. അതായത് മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി സ്വയം അൺകംഫർട്ടബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് കള്ളം പറയാതിരിക്കുക. നമ്പർ 3, ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഡിക്ഷണറിയിൽ തന്നെ ഇല്ലാതിരിക്കുക. കാരണം ഈ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ അത് മാത്രം മതി. ചില ആളുകളുണ്ട്, അവരാണ് ശരി, അവരെക്കാൾ മുകളിൽ ആരുമില്ല എന്നുള്ളൊരു ഭാവമായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഈ കാര്യത്തിൽ ഒരു പടി മുന്നിൽ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് അവരെ ഭരിക്കുന്ന ഒരാളല്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു സുപ്പീരിയോറിറ്റി ഭാവം കാണിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് അവിടെ ആവശ്യം. നമ്പർ 4, നിങ്ങൾ ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു സോറി പറയുക. ഈ സോറി പറയുക എന്നുള്ളത് അത് ആത്മാർത്ഥമല്ലാണ്ട് അല്ലെങ്കിൽ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി എന്നുള്ള രീതിയിൽ ഒരിക്കലും സോറി പറയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായി, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊരു കുറ്റബോധം ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സോറി പറയുക. അല്ലാണ്ട് നിങ്ങൾ ആർക്കോ വേണ്ടി പറയുന്ന പോലെ സോറി പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സോറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമ്പർ 5, നിങ്ങളുടെ പാസ്റ്റും പ്രസന്റും തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക. ചില ആളുകളുണ്ട്, അവർക്കിപ്പോൾ പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർ ഈ പ്രസന്റിൽ റിലേഷൻഷിപ്പിലുള്ള ഈ വ്യക്തിയോട് എപ്പോഴും തൻ്റെ എക്സിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയും, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് സംസാരിക്കും. അവൻ നിന്നേക്കാൾ നല്ലതായിരുന്നു, നിന്നേക്കാൾ നന്നായിട്ട് എന്നെ കെയർ ചെയ്തിരുന്നു, പുറത്തൊക്കെ കൊണ്ടുപോകുമായിരുന്നു, നിന്നെ പോലെയല്ല, നല്ല സ്വഭാവമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. അതുപോലെ നീ അവളെക്കാൾ സുന്ദരിയല്ല, അവള് നിന്നേക്കാൾ സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു, വളരെ പാവമായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു കോമ്പറ്റേറ്റിംഗ് മൈൻഡ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളോടുള്ള സ്നേഹം ഒന്നുകൂടി കൂട്ടും, നിങ്ങളെ ഒന്നുകൂടെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുമെന്ന്. നേരെ തിരിച്ചാണ്, അവർക്കിത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അവരിത് കേൾക്കുമ്പോൾ. അപ്പോൾ അവർ നിങ്ങളോടൊരു അകൽച്ച ഉണ്ടാവാനോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുമായിട്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരു ഓവർ പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള രീതിയിൽ ഒരു കാരണമാവാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കെ ആ വ്യക്തിയോട് നിങ്ങളുടെ പാസ്റ്റിലുള്ള നിങ്ങളുടെ എക്സിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പുകഴ്ത്തി പറയാതിരിക്കുക. ആ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങളുടെ കോൺവെർസേഷനിൽ കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഈ പറയുന്ന ടിപ്സ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ സുന്ദരമാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.